നമസ്കാരം ചേട്ടാ. ഇപ്പൊ വോട്ട് ചെയ്ത് വരുന്ന വഴിയാണോ? എവിടെ? ശരി. ചേട്ടാ പേരെന്തായിരുന്നു? എന്റെ പേര് ഷിൻസൻ. ഇവിടെ എങ്ങനെയുണ്ട് സാധ്യത? എങ്ങനെയാണ് ഇവിടെ സാധ്യത BJP-ക്ക് തന്നെയാണ്. അതായത് ഞങ്ങളൊരു മറ്റേ ക്രൈസ്തവ സമൂഹമാണല്ലോ. ക്രൈസ്തവ സമൂഹത്തിന് ഇപ്പോഴത്തെ അറിയാലോ, മുനമ്പം പ്രശ്നം അത് വീണ്ട മൊത്തം അല്ല, ഇന്ത്യയിൽ മൊത്തമുള്ള പ്രശ്നമാണ്. പക്ഷെ മുനമ്പം പ്രശ്നം തന്നെ ഞങ്ങളുടെ സഹോദരന്മാരുടെ വീടുകളൊക്കെ പോകണല്ലോ. സഹോദരന്മാരെ ക്രൈസ്തവർ മാത്രമല്ല, ഹിന്ദുക്കളുടെയും പോകുന്നുണ്ട്. പക്ഷെ എല്ലാവരും നമ്മുടെ സഹോദരന്മാരാണല്ലോ. നമ്മളെല്ലാവരും സഹോദരർ, എല്ലാവരും പൈസ കൊടുത്ത് മേടിച്ച് ജീവിതമാണല്ലോ, ജീവിത പ്രശ്നമല്ലോ. അതിൽ നിന്ന് ഒഴിഞ്ഞു പോകണമെന്ന് പറയുമ്പോൾ അതിന് കോൺഗ്രസും ഇടതും അമൈൻമെന്റിനെ എതിർക്കണല്ലോ അവര്. BJP ഉള്ളത് കൊണ്ടുവരുന്നത്. അപ്പൊ അത് BJP മാത്രമേ നമുക്ക് സഹായിക്കണുള്ളൂ. മുനമ്പത്തെ അവരെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ സഹോദരന്മാരാണ്. BJP വോട്ട് ചെയ്താണ് വരുന്നത്. വോട്ട് ചെയ്തിട്ട് വരണേ. ഞങ്ങൾ ക്രൈസ്തവം BJP-ക്ക് മൊത്തം എല്ലാവരും വോട്ട് ചെയ്തിട്ട് തന്നെ വരണേ. എല്ലാവരും BJP-ക്ക് വോട്ട് ചെയ്യുക. വേറെ വഴിയില്ലല്ലോ. ജീവിത പ്രശ്നമല്ലേ. നമ്മളൊരു കാശ് കൊടുത്ത് ജീവിതത്തിൽ ഇത്രയും ബുദ്ധിമുട്ടി പൈസ ഉണ്ടാക്കി ഒരു വീട് എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര മോഹങ്ങളല്ലേ. കുടുംബം അത് ഒരു സുപ്രഭാതത്തിൽ ഒരു നോട്ടീസിന്റെ മുകളിൽ പോവാന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു നോട്ടീസ് കൊണ്ട് നമുക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ അവരൊറ്റ നോട്ടീസിന്റെ മുകളിൽ ജീവിത പ്രശ്നം എന്നാൽ പിന്നെ അത് പോകണില്ല. അത് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ലോൺ എടുക്കാനും ബുദ്ധിമുട്ടും ഇതൊക്കെ പ്രശ്നങ്ങളല്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ BJP-ക്ക് വോട്ട് ചെയ്യുള്ളൂ. BJP-ക്ക് വോട്ട് ചെയ്തിന് ഞങ്ങൾക്ക് ഞങ്ങളുടെ നിലനിൽപ്പിന്റെ പ്രശ്നമല്ലേ. അതിൽ ഇനി ഒരു സംശയം വേണ്ട. ഞങ്ങൾ ക്രൈസ്തവർ മൊത്തം അങ്ങനെയാ. ക്രൈസ്തവ പുരോഹിതന്മാരൊക്കെ എങ്ങനെയാണ് ഇതിനെപ്പറ്റി നിങ്ങളോട് പറയുന്നത്? അവര് പറയുന്നതെന്ന് വെച്ചാൽ തട്ടിൽ പിതാവ് പറഞ്ഞില്ലേ, സ്ഥിരം ചെയ്തവരെ മാറ്റി വോട്ട് ചെയ്യണമെന്ന്. അപ്പൊ തന്നെ വിവരമുള്ളവർക്ക് മനസ്സിലായല്ലോ. ക്രിസ്ത്യാനികൾ നല്ല വിവരമുള്ളവരാ, എഡ്യൂക്കേറ്റഡാ. അപ്പൊ അവർക്ക് മനസ്സിലായി തട്ടിൽ പിതാവ് അത് പറഞ്ഞ് മനസ്സിലായി. ഇനി BJP-ക്ക് വോട്ട് ചെയ്താലും കുഴപ്പമില്ല എന്ന് പറയാതെ പറഞ്ഞാണ് തട്ടിൽ പിതാവ്. അപ്പൊ ഞങ്ങൾക്കത് മനസ്സിലായല്ലോ. ഇവിടെ വോട്ടുണ്ട്, ഞങ്ങൾക്ക് 16,500 വോട്ടുണ്ട്. അതിൽ എനിക്ക് വേണം ഒരു 5,000-5,500 വോട്ട് കിട്ടുന്നതാണ് എന്റെ ഉറച്ച വിശ്വാസം. കുറച്ച് വല്ല വോട്ടില്ലായ്മ വല്ലൊക്കെ മാറി പോകണമെങ്കിലുള്ള ബാക്കി മൊത്തം ചെയ്യും കൃഷ്ണമാർ ജയിക്കും, ഉറപ്പാണ്. അതിലും സംശയമില്ല. കാരണം വേറെ വഴിയില്ല. ജീവിത പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല. ഇത്ര നാൾ നമ്മളെ പറ്റിച്ചല്ലോ അവര്. നമ്മൾ പറഞ്ഞ് വിശ്വസിച്ചു. നമ്മളെ മനസ്സുകൊണ്ട് സ്നേഹിച്ചു പോയി. ആരാ? ഫസ്റ്റ് ഇടതിനെയും വലതിനെയും. പക്ഷെ അത് അവര് ബുദ്ധി കൊണ്ട് നമ്മളെ തകർത്ത് കളഞ്ഞു. അവര് ബുദ്ധി ഉപയോഗിച്ച് നമ്മളെ തകർത്തു. ഇപ്പൊ ഈ സരിനും അതോടൊപ്പം തന്നെ രാഹുൽ അടക്കമുള്ള ഇവർക്ക് പ്രധാനപ്പെട്ട രണ്ട് സ്ഥാനാർത്ഥികൾ, ഇവരാരും തന്നെ ഈ പൊതുവേദികളിൽ ഈ വഖഫ് വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു വിഷയത്തെ സംബന്ധിച്ചും പരാമർശിക്കാൻ തയ്യാറാകുന്നില്ല. ഇവരാരെയാണ് ഈ ഭയപ്പെട്ടുകൊണ്ടിരിക്കുന്നത്? അവര് ഈ വഖഫിന് ബോർഡിന് അനുകൂല ഗുണം ചെയ്യണ ഒരു സമൂഹം ഉണ്ടല്ലോ, അവർക്ക് പേടിയാ. അതാണ് സത്യം. അപ്പൊ നമ്മളെന്തും ചെയ്യാം, ക്രൈസ്തവർ എന്തും ചെയ്യാം, എന്തും പ്രവർത്തിച്ചാൽ ഞങ്ങളൊന്നും മിണ്ടില്ല. നിങ്ങൾക്ക് പരമ്പരാഗതമായിട്ട് കോൺഗ്രസ് വോട്ട് ചെയ്തിരുന്ന ഫാമിലി അല്ലേ, എന്തുകൊണ്ട് ഇത്ര പെട്ടെന്ന് ഇങ്ങനെ ഒരു മാറ്റം? ജീവിത പ്രശ്നമല്ലോ. ഇരിക്കുന്ന വീടും സ്ഥലം പോവാന്ന് പറഞ്ഞാൽ അതിൽ പിന്നെ വേറെ ഒന്നുമില്ലല്ലോ. പിന്നെ ഒരു രക്ഷയില്ല. അപ്പൊ മാറി ചിന്തിച്ചു. ഇനി വേറെ ചിന്തിക്കല്ല. അത് വോട്ടിലൂടെ ഞങ്ങൾക്ക് പ്രതികരിക്കാൻ പറ്റുള്ളൂ. ഞങ്ങളുടെ പ്രതികരണം ഞങ്ങളുടെ ബൈബിളിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, വാളെടുത്താൻ വാളല്ലെന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഞങ്ങൾ അങ്ങനെ പ്രതികരിക്കില്ല. ഒരു ചെവി കാണിച്ചാൽ മറു ചെവി കാണിച്ചു കൊടുക്കാനാണ്. അപ്പൊ ഞങ്ങളുടെ പ്രതികരണം സൈലന്റ് ആയിട്ടാ, വോട്ടിലൂടെ അങ്ങനെ ചെയ്യുള്ളൂ. ശക്തമായിട്ട് ഉറച്ചാണ്. BJP-യുടെ നേതാക്കന്മാർ നിങ്ങളെ സമീപിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ടോ? അല്ല, അങ്ങനെയല്ല. അത് നമുക്കറിയാലോ. അവരുടെ നേതാക്കന്മാർ സാധാരണ വരുന്നമാരി എല്ലാവരും വരുന്നമാരി വരുന്നുണ്ട്. നമ്മൾ അവരെ സമീപിക്കും. ഞങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞല്ലോ. അല്ല, അവര് സമീപിക്കണ്ടേ. അതിപ്പോ രാഷ്ട്രീയം എല്ലാവരും സമീപിക്കും. അതിലല്ലോ ഞങ്ങളുടെ ജീവിത പ്രശ്നം ഞങ്ങൾ സ്വയം മനസ്സിലാക്കി മാറണ്ട. ആ മാറ്റം പിന്നെ തിരിച്ച് എവിടെയും പോയില്ല. അതിൽ ഉറച്ചു നിൽക്കും ഞങ്ങൾ. അത് ഇവിടെ കൃഷ്ണകുമാറിനുള്ള വിജയ്, നിങ്ങൾ ഒരു 6,000-ഓളം ക്രൈസ്തവ വോട്ടുകളാണ് ഇവിടെ ഉള്ളത്. അതിൽ എത്ര ശതമാനം കിട്ടാനുള്ള സാധ്യത? ശതമാനമല്ല, ഒരു 5,000 വോട്ട് കിട്ടും. പെർസെന്റേജ് ഞാൻ നോക്കണില്ല. ഒരു 5,000 വോട്ട്. അതിന് പറയാനുള്ള കാരണം എന്താ? നിങ്ങൾ മറ്റുള്ളവർ സമീപിച്ചു? ഞാൻ കണ്ടമാൻ ക്രൈസ്തവരെ സമീപിച്ച. ഞാൻ പള്ളിയിലൊക്കെ ആക്റ്റീവാണ്. ഇവിടുത്തെ ടൗണിലെല്ലാ പള്ളിയിലും എന്റെ പള്ളിയിൽ ഞാൻ മുൻ കൈക്കാരനൊക്കെ ആയിരുന്നു, ആക്റ്റീവാണ്. അപ്പൊ എല്ലാവരും ഞാൻ കാണാറുണ്ട്. അപ്പൊ എല്ലാവരും ഒറ്റ സ്ഥലത്തിൽ പിന്നെ ഞങ്ങളുടെ പള്ളികളിലൊക്കെ ഇതിനെപ്പറ്റി നല്ല ചർച്ചയും മീറ്റിങ്ങുകളൊക്കെ നടന്നുള്ളതാണ്. ഈ മുനമ്പം പ്രശ്നത്തിനെ പറ്റി അതിൽ അച്ഛന്മാരും ബിഷപ്പുമാരും ഒക്കെ ഇടപെട്ട് ചർച്ചകൾ നടന്നുള്ള. സത്യാവസ്ഥകൾ ചർച്ച ചെയ്യണല്ലോ, നുണയല്ലോ സത്യാവസ്ഥനെ. അപ്പൊ ഞങ്ങളുടെ ക്രൈസ്തവ പള്ളികളിൽ എല്ലാവർക്കും ഇതറിയാം മുനമ്പത്തിന്റെ കാര്യം. അപ്പൊ അവര് എല്ലാവരും അതാ പറയണേ. ഇപ്രാവശ്യം നമ്മളെ BJP സഹായിച്ചിട്ടുള്ളൂ. അപ്പൊ അവർക്ക് വോട്ട് കൊടുക്കണം. തിരിച്ച് സഹായിക്കണല്ലോ. മനസ്സുകൊണ്ട് സ്നേഹിക്കുന്നവർ മനസ്സിനോട് സ്നേഹിക്കും. ഞങ്ങള് ബുദ്ധി കൊണ്ട് സ്നേഹിക്കുന്നവർ ഞങ്ങൾ ഇപ്പൊ എതിർക്കും. അതാണ്. ചിലപ്പോൾ നിങ്ങളൊരു കാഴ്ചപ്പാടിൽ BJP-യുടെ എത്ര വോട്ട് പിടിക്കുന്നതാണ് പ്രതീക്ഷിക്കുന്നത്? BJP എനിക്ക് തോന്നുന്നത് ഒരു 60,000-65,000 മേലെ വോട്ട് കൃഷ്ണകുമാർ എന്തായാലും പിടിക്കും. നല്ലൊരു വോട്ട് പിടിക്കും. നല്ലൊരു ഭൂരിപക്ഷം കിട്ടും. തൃശ്ശൂരിന്റെ മേലെ ഇവിടെ ആവർത്തിക്കും. മുനമ്പം വന്നല്ലേ, അതുകൊണ്ട് തൃശ്ശൂരിന്റെ മേലെ ഇവിടെ ആവർത്തിക്കും. മുനമ്പം ക്രൈസ്തവർ മാത്രം പ്രശ്നമല്ല, അത് ഹിന്ദുക്കൾക്കുണ്ടല്ലോ, എല്ലാവരും പോകും. അപ്പൊ ഇത് ക്രൈസ്തവർ എന്ന് പറയുന്ന അർത്ഥമില്ല. ഇപ്പൊ പോയത് ഞങ്ങളുടെ കൂടുതലായതുകൊണ്ടാ. ഇനി വരും നോട്ടീസുകളിൽ ഞങ്ങളുടെ മാത്രമല്ല ഹിന്ദുക്കളുടെയും പോകും. അപ്പൊ പാലക്കാടുള്ള ഇഷ്ടംപോലെ സ്ഥലത്ത് നോട്ടീസ് വന്നു. ഇനിയിപ്പോ ഇലക്ഷൻ കഴിഞ്ഞ നോട്ടീസ് കൂടുതൽ വരുന്ന പറഞ്ഞേക്കണേ. ഞങ്ങളുടെ പാലൂര് പള്ളി പഴക്കമുള്ളതാണ്. ആ പ്രദേശത്തൊക്കെ വരുന്നതാണ്. ചാവക്കാട് വന്നിട്ടുണ്ട്. അപ്പൊ ഈ ഇലക്ഷൻ കഴിഞ്ഞ നോട്ടീസ് കുറെ വരും തോന്നുന്നുണ്ട്. അപ്പൊ ഈ ഇലക്ഷൻ കഴിയാൻ കാത്തിരിക്കാവും ഇവിടെയൊക്കെ. അപ്പൊ ഇവിടെയൊക്കെ ഇനി നോട്ടീസ് വരും. അപ്പൊ ഇത് വരാൻ നിൽക്കണ്ടല്ലോ. നമ്മൾ വേഗം BJP-ക്ക് വോട്ട് കൊടുക്കുക. നമ്മൾ മറുമരുന്ന് അതാണ്. രക്ഷപ്പെടാനുള്ള മറുമരുന്ന് വേറെ വഴിയില്ല. ഫാമിലി ആയിട്ട് നോട്ട് ചെയ്ത് വരാം. പിന്നെ ഞങ്ങൾ ഫാമിലി താമരചിഹ്നത്തിന് ഫാമിലി ആയിട്ട് നോട്ട് ചെയ്ത് വരും. താമരചിഹ്നത്തിലെ നോട്ട് ചെയ്ത് കാലത്തെ നോട്ട് ചെയ്ത് വരും. സാധാരണ ഞാൻ ഉച്ചയ്ക്ക് 2 മണി 3 മണിക്കൊക്കെ. ഇത് അതിന് ഇല്ല. നമുക്ക് വെപ്രാളത്തിലാണല്ലോ. നമ്മുടെ സഹോദരന്മാരുടെ പ്രശ്നങ്ങൾ നമ്മൾ വെപ്രാളത്തിൽ. അപ്പൊ ആദ്യം തന്നെ കാലത്തെ നോട്ട് ചെയ്തിട്ട് വേറെ ഫ്രണ്ടിന്റെ വോട്ട് ചെയ്തോ ചോദിച്ചിട്ട് അപ്പൊ ഞങ്ങൾ അവരൊക്കെ വിളിച്ചിട്ട് അങ്ങനെ പോകണം. നോട്ട് ചെയ്തിട്ട് വരണേ. ഓക്കെ ചേട്ടാ നമസ്കാരം. നമസ്കാരം. ചേട്ടാ പേരെന്തായിരുന്നു? സാജു സെബാസ്റ്റ്യൻ. ഇവിടെ പാലക്കാട് എങ്ങനെയുണ്ട് ഇന്ന് വോട്ടെടുപ്പല്ലേ? ഏത് രാഷ്ട്രീയ പ്രസ്ഥാനത്തിനാണ് സാധ്യത? എല്ലാം കൊണ്ടും BJP-ക്ക് തന്നെയാണ്. പിന്നെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി അവര് BJP-ക്ക് കട്ട സപ്പോർട്ടായിട്ട് കൂടെ നിൽക്കുന്നുണ്ട്. നല്ല ശതമാനം വോട്ട് ചെയ്ത് കഴിഞ്ഞു. ഇപ്പോഴും അവര് റെഡിയായി പോയിക്കൊണ്ടിരിക്കുകയാണ്. BJP-ക്ക് വോട്ട് ചെയ്യാൻ മാറ്റം അനിവാര്യമാണ് എന്നാണ് അവർ പറയുന്നത്. ഒരു ചേഞ്ചും വേണ്ടേ?
എല്ലാവരും ചേഞ്ചസ് ഇഷ്ടപ്പെടുന്നു. ഈ ക്രിസ്ത്യൻ സമൂഹം എന്തുകൊണ്ടാണ് ബി ജെ പി ഇങ്ങനെ സപ്പോർട്ട് ചെയ്യാനുള്ള കാരണം എന്താണ്? മുനമ്പത്തെ വഖഫ് ഇഷ്യൂ, അധിനിവേശ ഭീകരതയാണത്. ഇതുപോലൊരു വഖഫ് ബോർഡ് പോലെ പാകിസ്ഥാനിലെ എന്തെങ്കിലും സേവാ ബോർഡെന്നോ ബംഗ്ലാദേശിൽ അങ്ങനെയുള്ള പേരിൽ ഹിന്ദു പേരിൽ വല്ല ബോർഡ് ഉണ്ടോ? ഇല്ല. അപ്പൊ നമ്മൾ അതും കൂടി കൺസിഡർ ചെയ്യണ്ടേ. അപ്പൊ ഇവിടെ ഏകീകൃത സിവിൽ കോഡ് മസ്റ്റ് ആണ്. ഏകീകൃത സിവിൽ കോഡ്, യൂണിഫോം സിവിൽ കോഡ് മസ്റ്റ് ആണ്. അത് എത്രയും പെട്ടെന്ന് ഇംപ്ലിമെന്റ് ചെയ്യപ്പെട്ടിരിക്കണം എന്നാണ് എനിക്ക് അവസരത്തിൽ പറയാനുള്ളൂ. അല്ലാതെ മതങ്ങളുടെ നിയമം അല്ല ഇവിടെ മെയിൻ ആയിട്ട് വേണ്ടത്. രാജ്യത്തിന്റെ നിയമം എല്ലാവർക്കും ഒരുപോലെ കിട്ടണം. ബി ജെ പി മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് ഏകരക്ഷ കേരളത്തിൽ? ബി ജെ പി മാത്രമേ ഉള്ളൂ. പക്ഷെ ബി ജെ പിനെ മുസ്ലിം കമ്മ്യൂണിറ്റിയിലെ ലേഡീസ് ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കാരണം അവർക്കും ഏകീകൃത സിവിൽ കോഡ് എല്ലാവർക്കും ഒരേ അവകാശം, സ്പെഷ്യലി ലേഡീസ് ഇഷ്ടപ്പെടുന്നുണ്ട്. അവർക്ക് പല കാര്യങ്ങളിലും വിവേചനം ഫീൽ ചെയ്യുന്നുണ്ട് അവരുടെ മതത്തിൽ തന്നെ. അപ്പൊ അവര് നിയമത്തിന്റെ പരിരക്ഷ കിട്ടും എന്നുള്ള വിശ്വാസത്തിൽ അവരും ബി ജെ പി ഇഷ്ടപ്പെടുന്നുണ്ട്. പിന്നെ ക്രിസ്ത്യാനിറ്റി ഷുവർ, ഗോവയിലെ പോലെ. ഗോവയില് 28% ക്രിസ്ത്യൻസാ, ഇവിടെ 18%. പക്ഷെ ആ ഗോവയ്ക്ക് ബി ജെ പിനെ നെഞ്ചിലേറ്റാമെങ്കിൽ ഇവിടെയും അത് സംഭവിക്കും, തൃശ്ശൂരിലെ പോലെ. എങ്കിൽ കേരളം രക്ഷപ്പെടും. ഇപ്പൊ കേരളത്തിൽ നിന്ന് യൂത്ത് ആയിട്ടുള്ള എല്ലാവരും രക്ഷപ്പെടാൻ വേണ്ടി ഓടി രക്ഷപ്പെടാണ് ഇവിടുന്ന് മറ്റുള്ള സ്റ്റേറ്റുകളിലേക്കും എബ്രോഡും. അപ്പൊ അതിന് മാറ്റം വരണ്ടേ? ഇവിടെ യൂത്ത് വേണ്ടേ? അതുപോലെ തന്നെ മുത്തശ്ശിമാർക്കും ആ പേരക്കുട്ടികളുടെ കൂടെ കളിക്കാനുള്ള അവകാശമൊന്നുമില്ലേ? അവരെ കൊഞ്ചിക്കാനുള്ള അവകാശമില്ലേ? ഇപ്പൊ അത് കിട്ടുന്നില്ല അവർക്ക്. അവര് നായ്ക്കളെ മേയിച്ച് നടക്കാണ്, നായ്ക്കളെ കൊണ്ട് നടക്കാണ്. കാരണം മക്കളും കൂടിയില്ല, മരുമക്കളില്ല, പേരക്കുട്ടികളും ഇല്ല. അതൊരു മോശമായ ലൈഫ് തന്നെയാണ്. ഏറ്റവും കൂടുതൽ പരിഗണന കിട്ടേണ്ടത് വയസ്സായ ആളുകൾക്ക്, കുട്ടികളെ പോലെ പരിഗണന കിട്ടേണ്ട ഏജാണത്. അപ്പൊ അവങ്ങൾ കഷ്ടപ്പെട്ട് ജീവിക്കാണ് ആരും ഇല്ലാതെ. അതിനൊരു മാറ്റം വേണം. ഗോഡ്സ് ഓൺ കൺട്രിയാണ് കേരളം. അപ്പൊ കേരളത്തിൽ മാറ്റം വേണമെങ്കിൽ ബി ജെ പി വരണം, എങ്കിലേ ഇവിടെ ഇൻവെസ്റ്റ്മെന്റ് വരുള്ളൂ. എബ്രോഡുള്ള 5% മലയാളികൾ ഇൻവെസ്റ്റ് ചെയ്താൽ പോലും കേരളം സ്വർഗ്ഗമാവുന്ന പറയണേ. നമ്മുടെ സന്തോഷ് ജോർജ് കുളങ്ങര ഫേമസ് ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റിയാണ്. അദ്ദേഹം പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടല്ലോ കേരളം ഗോഡ്സ് ഓൺ കൺട്രി ആണ്, ഇവിടെ ഇൻവെസ്റ്റ്മെന്റ് വരും. എഡ്യൂക്കേഷൻ, ഹോസ്പിറ്റാലിറ്റി, ടൂറിസം, IT ഇതെല്ലാം ധാരാളമാണ് കേരളം രക്ഷപ്പെടാൻ വേണ്ടി. ആ ഒരു ലെവലിലേക്ക് കേരളം വളരണമെങ്കിൽ ഒരു ഭരണമാറ്റം അനിവാര്യമാണ്. അത് ആർക്കും തടഞ്ഞു നിർത്താൻ പറ്റില്ല. അതിന് മുൻകൈ എടുക്കുന്നത് ഫസ്റ്റ് ക്രിസ്ത്യാനിറ്റി തന്നെയായിരിക്കും. കാരണം അവർക്ക് കുറച്ച് ഇന്റർനാഷണൽ ലെവലിൽ ചിന്തിക്കുന്ന സമൂഹമാണ് അവര്. ഈ കോൺഗ്രസിനും UDF എങ്ങനെയാണ് നിങ്ങൾ കൊടുക്കുന്ന പരിഗണന ഇപ്പോൾ? കോൺഗ്രസിനും UDF ക്രിസ്ത്യാനിറ്റി ഒരു സമയത്ത് ഒരുപാട് പരിഗണന കൊടുത്തു. പാരമ്പര്യ കമ്മ്യൂണിസ്റ്റുകാർക്ക് ഒരുപാട് പരിഗണന കൊടുത്തു. പക്ഷെ അതിന്റെ ഒരു റെസ്പോൺസിബിലിറ്റി അവർ കാണിക്കുന്നില്ല. അവർക്ക് ഇപ്പൊ ഒരു മതത്തിനും മതി, വോട്ട് ബാങ്ക് ആയ ഒരു മതത്തിനും മതി. LDF സ്ഥാനാർത്ഥി സരീൻ ഉണ്ടല്ലോ, അപ്പൊ അദ്ദേഹത്തോടുള്ള ഇവിടുത്തെ ഒരു ജനങ്ങൾ അഭിപ്രായം എന്താ? സരീൻ നല്ല വ്യക്തിയാണ്. കോൺഗ്രസിന്റെ ഒരു മിനിമം ഒരു 5,000 10,000 വോട്ട് പിടിക്കാൻ കഴിവുള്ള ഒരു നേതാവായതുകൊണ്ടാണ് സരീൻ LDF എടുത്തിരിക്കുന്നത്. ആ നിലയ്ക്ക് നോക്കുമ്പോൾ LDF വോട്ട് ശതമാനം കുറച്ച് കൂടാം, കോൺഗ്രസിന് കുറയാം. പിന്നെ പൊട്ടിത്തെറികൾ എപ്പോഴും ഉണ്ടാവുന്നുണ്ട്. പക്ഷെ BJP ഒരു പൊട്ടിത്തെറിയില്ല. പിന്നെ ആകെ പറയുന്നത് സന്ദീപ് വാര്യര്. പക്ഷെ അദ്ദേഹത്തിന് ജനം വെറുത്തു. ക്രൈസ്തവ സമൂഹത്തിന്റെ ഒരു നിലപാടെന്നാണ്. ആളെ ജനം വെറുത്തു. കാരണം കേരളത്തിൽ എന്തെങ്കിലും കുട്ടികൾ പറഞ്ഞാലും ആളെ ജനങ്ങൾ അംഗീകരിക്കുന്നല്ല സഹിക്കുമായിരുന്നു. പക്ഷെ അദ്ദേഹം മോദിജിനെ കുറ്റം പറയാനുള്ള ഒരു യോഗ്യത അദ്ദേഹത്തിനില്ല. മോദിജി ഇന്റർനാഷണൽ ലെവലിൽ ഇന്ത്യയുടെ യശസ് വാനോളം ഉയർത്തിയ ഒരു വ്യക്തിയാണ്. ആ പേഴ്സണാലിറ്റി 5ാമത്തെ സ്ഥാനമാണ് ഇന്ത്യക്ക് സാമ്പത്തികമായിട്ടും സൈനികമായിട്ടും വേൾഡില്. 3 കൊല്ലം കൊണ്ട് 2 കൊല്ലം 3 കൊല്ലം കൊണ്ട് 3ാം സ്ഥാനത്തും നമ്പർ 1 വരെ ആവാനുള്ള സാധ്യതയാണ് മുന്നിൽ കാണുന്നത്. ലോകരാഷ്ട്രങ്ങളൊക്കെ അംഗീകരിക്കുന്നുണ്ട്, എന്നാൽ അറബ് രാഷ്ട്രങ്ങളും മോദിജിനെ അംഗീകരിക്കുന്നുണ്ട്. ആ മോദിജിനെ കുറ്റം പറയാൻ സന്ദീപ് ജിക്ക്, ഞാൻ ഇപ്പോൾ ജീന്ന് വിളിക്കുന്നത് പഴയ സ്നേഹം കൊണ്ട്, ഞാൻ ജീന്ന് വിളിക്കില്ല. ആ സന്ദീപിന് യാതൊരു ക്വാളിറ്റിയും ഇല്ല. തനിച്ചു പോകേണ്ടി വരും. പോയാലും ആൾ നഷ്ടം സഹിക്കുകയും ചെയ്യും. നല്ല അവസരം ഇല്ലാണ്ടേ താമര വിരിഞ്ഞിരിക്കും. തൃശ്ശൂർ ആവർത്തിക്കും. തൃശ്ശൂർ ക്രിസ്ത്യാനിറ്റി എങ്ങനെ ഹെൽപ്പ് ചെയ്തോ ആ ഒരു ഹെൽപ്പ് പാലക്കാട് ഉണ്ടാവും. അല്ലേ? അല്ല അൻമരിയുടെ അഭിപ്രായം ആണോ? ഇവിടെ താമര വിരിയോ പാലക്കാട്?